കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറാനിൽ അജ്ഞാതന്റെ ആക്രമണത്തിൽ 2 ജഡ്ജിമാർ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ പുതിയ വാർത്ത മൂന്നാമതൊരു ജഡ്ജിയെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആരായിരിക്കും ഇതിന് പിന്നിൽ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 സീനിയർ ജഡ്ജിമാരെ കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ കോർട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഇന്നലെ ഒരു ജഡ്ജി, ഏറ്റവും ക്രൂരനായിട്ടുള്ള ജഡ്ജിയായിട്ടാണ് പുള്ളിയെ അറിയപ്പെടുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അന്ന് ഏറ്റവും ക്രൂരനായിട്ടുള്ള ജഡ്ജി ആയിട്ട് പേരെന്ന് പറഞ്ഞാൽ ഹുസൈൻ അലി നയേറി. 1998 ഇദ്ദേഹം വിധിച്ചത് 20,000 തൊട്ട് 30,000 ആൾക്കാരെ ഒന്നിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളാണ്. രാഷ്ട്രീയക്കാരായിരുന്നു പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഖമേനി എന്ന് പറയുന്ന ആളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ക്രൂരനായ ജഡ്ജി. അപ്പോൾ ഇവരെയൊക്കെ ഇപ്പം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വ്യാപകമായിട്ട് ആൾക്കാരെ കൊല്ലും. ഇപ്പോൾ ഈ കൊല്ലുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരും യാതൊരു കാരണവശാലും ഇതുവരെയും ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ കൊല്ലുന്നത്. ഈ കൊല്ലുന്ന ആൾക്കാർക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു വീരപരിവേഷം, നമ്മൾ പറയത്തില്ലേ, ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു വീരപരിവേഷത്തിൽ അവരെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം തന്നെ ഈ 2 സീനിയർ ജഡ്ജിമാരെ കൊന്നു എന്ന് പറയുന്നില്ലേ, ചേംബറിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അയാളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവിടെ വലിയ ആഘോഷമാണ്, നാട്ടുകാരെല്ലാം വലിയ പ്രകടനവും അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള, അതായത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ നിലവിലുള്ള അല്ലെങ്കിൽ ആ സംവിധാനത്തിനെതിരെ ജനങ്ങൾ മൊത്തവും പ്രതിഷേധത്തിലാണ്. ഏതൊരവസരത്തിൽ ഇതിനെ മാറ്റുന്നതിനോട് അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കുന്നതിനോടോ താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്ക് ജനങ്ങളെല്ലാം പോകുന്നു എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഇപ്പം ഈ ഒരു വിഷയം കൊണ്ട് അതുപോലെ വേറെ ഇതിൻ്റെ പുറകിലൊരു വാർത്ത വരുന്നുണ്ട്. വേറെ ചില ജഡ്ജിമാരെയും കൊണ്ട് കൊന്നെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു സ്ത്രീയാണ് ഒരു 3 ജഡ്ജിമാരെ വീണ്ടും, അതായത് വ്യാപകമായിട്ട് ജഡ്ജിമാരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ. എത്ര പോലീസ് സംവിധാനവും സെക്യൂരിറ്റിയും ഒക്കെ ടൈറ്റ് ചെയ്താലും ഇത് അല്ലെങ്കിൽ കോടതിയിലോട്ട് കയറുമ്പോൾ ഈ ചെക്ക് ചെയ്തിട്ടൊക്കെ ആൾക്കാരെ കയറ്റുന്ന രീതിയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം ശ്രീത് ജഡ്ജിയാണെന്നുണ്ടെങ്കിൽ ശ്രീതിൻ്റെ വട്ട അംഗരക്ഷകരുണ്ടെങ്കിൽ ഈ അംഗരക്ഷകർ തോക്കെടുത്ത് കൊടുക്കും അവനെ വെടിവെച്ചേക്കാൻ ഇതിന് താല്പര്യം. അപ്പോൾ ഇതിനകത്ത് വല്ലാത്തൊരു രീതിയിലേക്ക് വേണം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഇതിനകത്ത് ഈ ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ഭരണം മോശമാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലെ പറയുന്ന ജഡ്ജിമാരെ നിയമ സംവിധാനം ഇതൊക്കെ ഒരു ഭാഗത്തിൻ്റെ ന്യായമായിട്ടല്ല നടക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നതൊക്കെ രീതിയിലേക്കുള്ള വളരെ കൃത്യമായിട്ട് ആൾക്കാരെ ബോധവൽക്കരിച്ച് അവരെ കൊണ്ട് ഇതിനെതിരെ മരിച്ചാലും പോരാടാൻ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിനകത്ത് മൊസാദുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലുണ്ട്. ഇസ്രായേലിൻ്റെ പലവട്ടമുള്ള യുദ്ധത്തിനിടയ്ക്കുള്ള അഭിസംബോധനകളിലൊക്കെ ഈ രീതിയിൽ നമുക്കൊരു പഴയ നല്ല മതരാഷ്ട്രന്മാരെ ഒരു നല്ല ജനാധിപത്യ രാഷ്ട്രത്തിലേക്ക് വരണം, അതിന് ഈ മതസംവിധാനവും ഈ രീതികളുമൊക്കെ മാറേണ്ടതുകൊണ്ട് അതിന് ജനങ്ങൾ വേണ്ടി വന്നാൽ പ്രക്ഷോഭത്തിലേർപ്പെടണം. ഇത്തരത്തിലൊരു സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ലോകത്തുടനീളം ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നിങ്ങളുടെ രാജ്യം. അതിനുവേണ്ടിയാണ് ആ രാജ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, ഏറ്റവും വരുമാനമുള്ള രാജ്യമാണ്. എന്നാലും ഈ രാജ്യത്ത് ആൾക്കാർ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ പട്ടിണി കിടക്കുന്ന അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ രാജ്യത്തുടനീളവും ആ രാജ്യത്തും ഭീകരവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, അവർക്ക് ആയുധം ശേഖരിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള പൈസ മുടക്കുന്നതുകൊണ്ടാണെന്നുള്ള രീതിയിൽ 2 വട്ടം നെതന്യാഹു ഈ പശ്ചിമേഷ്യ യുദ്ധം നടന്ന സമയത്ത് ഇവരെ വിളിച്ചത്. ഇപ്പം പണ്ടും ഇപ്പോഴും, അതായത് രാജ്യം വരുന്ന അന്നു തൊട്ട് ലോകത്ത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന സമയത്തും മതരാജ്യമല്ലാതെ നിന്ന സമയത്ത് പേർഷ്യ എന്ന് പറയുന്ന 78-ലാന്ന് തോന്നുന്നു അല്ലേ, അതിനു മുമ്പ് ഈ എല്ലാ രാജ്യങ്ങളും ബാക്കിയുള്ള ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഗൾഫ് അപ്പം ബാക്കി ഈ 78-ന് മുമ്പേ ഈ പറയുന്ന ഇപ്പം ഇവരുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗമായിട്ടോ അമേരിക്കയുടെ സാമന്ത രാജ്യമായിട്ടൊക്കെ നിൽക്കുന്ന ബാക്കിയുള്ള സൗദി അറേബ്യ പോലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അന്ന് യുദ്ധത്തിലായിരുന്നു ഈ ഇസ്രായേലിനോട്. അപ്പോൾ അന്ന് ആ യുദ്ധത്തിന് എഗൻസ്റ്റായിട്ട് നിന്നിട്ടുള്ള രാജ്യം ഈ ഇറാനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ മതരാഷ്ട്ര സംവിധാനം വന്ന അന്നാണ് ഈ ഖമേനിയുടെ മുൻ ആൾക്കാർ പറഞ്ഞത് ഈ രാജ്യവും അമേരിക്കയും പിശാചിൻ്റെ രാജ്യമാണ്, അവരോട് ഇന്ന് തൊട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ യുദ്ധമാണ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ യുദ്ധം മാത്രമല്ല ഈ ഷിയ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഷിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പ്രോക്സികളെ ഉപയോഗിച്ച് സുന്നികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ ആദ്യത്തെ ശത്രു ക്രിസ്ത്യാനികൾ, രണ്ടാമത്തെ ശത്രു സുന്നികൾ. അപ്പം ആ രീതിയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷിയ
ആൾക്കാരായിട്ടുള്ള ജഡ്ജിമാരും മറ്റൊരു ഒക്കെയാണല്ലോ ഉള്ളത്. ഇവരെ കൊല്ലുക ഷിയ ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. കാരണം ആ രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയെ അടിച്ചമർത്തലിനും എതിരെ നിൽക്കാൻ പറ്റുമെന്നും ആ എതിരെ നിന്നാൽ ആ രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്ന ഈ അടിച്ചമർത്തൽ സംവിധാനവും ആ ഭരണവും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും ബോധ്യം വരുന്ന രീതിയിലേക്ക് അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ മാറി. ഇപ്പോൾ സ്ത്രീകളൊക്കെ കൊച്ചു അല്ലെങ്കിൽ അവരൊക്കെ ഈ പറയുന്ന പർദ്ദയൊന്നും ഇടുന്ന അവസ്ഥയില്ലെന്ന് പറയുന്നു. മാത്രവുമല്ല ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, അവിടെ ഈ ഇസ്രായേലിനെ അടിച്ചതിന് ശേഷം തിരിച്ചടി നടത്തി ഒരു 5 മണിക്കൂർ. ആ 5 മണിക്കൂർ ഓപ്പറേഷന് ശേഷം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒന്നിനും കൊള്ളാത്ത രാജ്യമാണെന്നും ഈ എത്ര കടന്ന് പ്രശ്നമുണ്ടാക്കിയാലും ഈ രാജ്യത്തിനകത്തും യുദ്ധം ചെയ്യാനുള്ളതും അല്ലെങ്കിൽ അതിനുവേണ്ട ശേഖരമോ സംവിധാനമോ ഒന്നുമില്ല. ജനം ഇറങ്ങിപ്പോയാൽ ഇപ്പം ഈ ഇരിക്കുന്ന ഭരണാധികാരികളെ മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജഡ്ജിമാരെ വെടിവെച്ച് കൊല്ലുന്ന ആൾക്കാർക്ക് അവിടെ വീരപരിവേഷം കിട്ടുന്നത്. അവരെ വീണ്ടും വീണ്ടും മരിച്ചാലും വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി ആൾക്കാർ തയ്യാറാവുന്നത്. അപ്പം ആ രീതിയിലേക്ക് ആൾക്കാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, അതായത് മരിച്ചാലും ഇനിയുള്ളവർക്ക് സ്വാതന്ത്ര്യമോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയും അടിമത്തത്തിൽ നിന്ന് മോചനത്തിലേക്ക് ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഭാഗത്തുനിന്നും ഒക്കെ രാജ്യത്തുണ്ടാവും. ആ രാജ്യത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പറഞ്ഞതുപോലെ അമേരിക്കയിലെ പൗരന്മാർ വന്നല്ല ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലെ പൗരന്മാർ ഈ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാർ ഇടയ്ക്ക് നിൽക്കുന്നതോ ഒന്നുമില്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തുന്ന അവരുടെ വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി അതിനകത്തുനിന്ന് തന്നെ ആൾക്കാരെ ഉപയോഗപ്പെടുത്തും. അത് ചിലപ്പം ഈ പറയുന്ന തൊഴിലാളിയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവനായിരിക്കും, ചിലപ്പോൾ പട്ടാളക്കാരനായിരിക്കും, പോലീസായിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന വലിയ പ്രധാനപ്പെട്ട ആൾക്കാരുടെ അംഗരക്ഷകരായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ആൾക്കാരൊക്കെ പറഞ്ഞാൽ കേൾക്കും. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുള്ളവരെല്ലാം ചില ബഹുമാന്യനായിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുമല്ലോ, അല്ലെങ്കിൽ അധികാരമുള്ള ആൾക്കാർ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉരുത്തിരിക്കും. എന്നിട്ട് ഈ പറയുന്നത് പോലെ ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഈ 10-20,000 പേരെ കൊന്നിട്ടുള്ള ഒരു ജഡ്ജി എന്ന് പറയുമ്പോൾ അയാളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആ 20,000 പേരെന്ന് പറഞ്ഞാൽ 20,000 വീട്ടിൽ നിന്നായിരിക്കുമല്ലോ, ഒരു വീട്ടിൽ നിന്നല്ലല്ലോ, അല്ലെങ്കിൽ ഒരു കോളനി മൊത്തമല്ല. അപ്പോൾ 20,000 പേരെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിന്നവരൊക്കെയാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊളിറ്റീഷ്യൻസിനെയാണ് കൊന്നത്. ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിന്നവർ അപ്പം നാടിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണല്ലോ ഈ ജനാധിപത്യവും അല്ലെങ്കിൽ സംവിധാനമൊക്കെ ഉണ്ടാകുന്നത്. ജനാധിപത്യം ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം അവൻ്റെ അവകാശമൊക്കെ രേഖപ്പെടുത്തി അവർ ഭരണാധികാരിയും രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സിസ്റ്റമാണല്ലോ. അപ്പോൾ ആ 20,000 പേരുടെ 20,000 വീട്ടിൽ നിന്നായിരിക്കത്തില്ലേ കൊന്നത്. ചിലരുടെ സഹോദരനായിരിക്കും, ചിലരുടെ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ അമ്മയായിരിക്കും. അപ്പോൾ ഇത് പ്രതിഷേധിക്കാൻ മാർഗമില്ലാത്ത, അല്ലെങ്കിൽ അവൻ്റെ ആ വികാരം വെളിയിൽ കൊണ്ടുവരാൻ മാർഗമില്ലാതെ ഉള്ളിൽ അടക്കി ഒരു വലിയ ബോംബ് പോലെ ഇരിക്കുന്നവൻ്റെ അടുത്തായിരിക്കും നിനക്ക് ഒരു സംവിധാനം ഉണ്ടാക്കാം, ഇനി നമ്മുടെ തലമുറയ്ക്കെങ്കിലും ഇതുപോലെ ഉള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവനെ എല്ലാം കൊല്ലണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നവനെ എല്ലാം കൊല്ലണം. ഖമേനി എന്ന് പറയുന്ന മതരാഷ്ട്ര സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സുഖവും അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളും അവനെ കൊല്ലാൻ പറയുമ്പോൾ കൊല്ലാനും അല്ലെങ്കിൽ ജയിലിടാൻ പറയുമ്പോൾ ജയിലിടാൻ നിൽക്കുന്ന പോലീസുകാരെയും അല്ലെങ്കിൽ ജഡ്ജിമാരെയൊക്കെ കൊല്ലണമെന്ന് പറയുമ്പോൾ അതിനെ ആൾക്കാർ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഇതിനു വേണ്ടി ഉരുത്തിരിക്കാൻ ഈ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ സംശയം പ്രകടിപ്പിക്കുന്ന മൊസാദ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടെങ്കിൽ അതിനകത്ത് അവരാളെ കണ്ടെത്തും. അത് പല രീതിയിൽ കണ്ടെത്തും. ഈ പറയുന്ന ആൾക്ക് പോലും ഇന്നയാളുടെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം, അമേരിക്കയ്ക്ക് താല്പര്യമോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യമാണ് ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകും. ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞത് അവിടെ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു ജഡ്ജിയെ ഈ പറഞ്ഞ ജഡ്ജിയെ കൊന്നു, അവിടുന്ന് ഈ കൊന്ന വിവരം യാതൊരു കാരണവശാലും ഇപ്പം അവിടുന്ന് വെളിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നവമാധ്യമങ്ങളിൽ കൂടെയൊക്കെ വെളി വരുന്നത്, അവിടുത്തെ ഔദ്യോഗിക പത്രത്തിനോ അല്ലെങ്കിൽ നാഷണൽ മീഡിയാസിനോ ഒന്നും ഇത് വെളിയിൽ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊതുവെയുള്ള ജനം പോലും അറിയാൻ പാടില്ല. കാരണം ജനം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം ഇതിൻ്റെ പുറകിൽ ഇളകി വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ പോകുമെന്നുള്ള രീതി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇറാനിൽ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ഗവൺമെൻറ് ഇതിനെയുള്ള പ്രതിഷേധങ്ങൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഉണ്ട്. ഇപ്പം ട്രംപ് വന്നതിന് ശേഷം അവിടുത്തെ
ബാൻ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതും കൂടെ കൂടി വരുമ്പോഴത്തേന് പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടും. ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്ന രീതിയിലേക്ക് ജനം ഉരുത്തിരിയുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ സമയത്ത് ആ മതരാഷ്ട്ര സംവിധാനത്തെ ഇല്ലായ്മ ചെയ്തതിനും അത് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ സാധിക്കും. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു ഓപ്പറേഷനായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നു.